ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 9ാം ക്ലാസ്സിലെ മാത്സിന്റെ 4ാം ചാപ്റ്ററായ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ് ഗുണന സമവാക്യങ്ങളുടെ 3ാമത്തെ ടോപ്പിക്കായ ക്രിയാകൗതുകങ്ങൾ നമ്പർ ക്യൂരിയോസിറ്റീസിന്റെ 3ാമത്തെ പ്രവർത്തനം 3ാമത്തെ ആക്ടിവിറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതിലേക്ക് പോവാം. അപ്പോൾ ഈ ചിത്രത്തിൽ ഒരു ഗുണന പട്ടിക തന്നിട്ടുണ്ട്. ഇതിലെ ഒരു സമചതുരത്തിനുള്ളിൽ വരുന്ന 4 സംഖ്യകൾ അടയാളപ്പെടുത്തുക. കോണോട് കോൺ വരുന്ന സംഖ്യകൾ കൂട്ടിയ തുകകളുടെ വ്യത്യാസം തുല്യമാണോ? ആണെങ്കിൽ എത്ര? ഈ ഒരു ഗുണന പട്ടികയുടെ ടേബിളിൽ നിന്നും 4 സംഖ്യകൾ വരുന്ന ഒരു സമചതുരം മാർക്ക് ചെയ്യുക. അതിനുശേഷം കോണോട് കോൺ എന്ത് ചെയ്യണം? കൂട്ടുക. അതിനുശേഷം അവയുടെ വ്യത്യാസം എടുക്കുക. അത് എപ്പോഴും തുല്യമായിരിക്കുമോ? മാർക്ക് 4 numbers in a square in the given multiplication table. Add the diagonal pairs in each square. Will the difference of the sums be the same? Okay. അപ്പോൾ ഈ ഗുണന പട്ടികയുടെ പ്രത്യേകത നോക്കാം. ഇവിടെ 1 × 1 1, 1 × 2 2, 1 × 3 3, 1 × 4 4, 1 5 5, 1 6 6, 1 7 7, 1 × 8 8, 1 × 9 9. അപ്പൊ ഇതാണ് ആദ്യത്തെ വരി. ആദ്യത്തെ വരി ഫസ്റ്റ് റോ എന്താണ്? 1ന്റെ ഗുണിതങ്ങളാണ്. ഓക്കെ. ഇനി സെക്കൻഡ് റോ 2 × 1 2, 2 × 2 4, 2 × 3 6, 2 × 4 8, 2 × 5 10, 2 × 6 12, 2 × 7 14, 2 × 8 16, 2 × 9 18. അപ്പൊ ഇവിടെ സെക്കൻഡ് റോ രണ്ടാമത്തെ വരി എന്ന് പറഞ്ഞാൽ 2ന്റെ ഗുണിതങ്ങളാണ്. മൂന്നാമത്തെ വരി 3ന്റെ ഗുണിതങ്ങൾ, 4ന്റെ ഗുണിതങ്ങൾ നാലാമത്തെ വരി. ഫിഫ്ത്ത് റോ 5ന്റെ ഗുണിതങ്ങൾ. ഓക്കെ. ആറാമത്തെ വരി 6ന്റെ ഗുണിതങ്ങൾ. ഏഴാമത്തെ വരി 7ന്റെ ഗുണിതങ്ങൾ. 9ാമത്തെ വരി 9ന്റെ ഗുണിതങ്ങൾ. ക്ലിയർ ആയല്ലോ? ഇനി അതേപോലെ തന്നെയാണ് നമ്മുടെ കോളംസിനെ നിരകൾ. ഫസ്റ്റ് കോളം 1 2 3 4 5 6 7 8 9. അതെല്ലാം തന്നെ എന്താണ്? 1ന്റെ ഗുണിതങ്ങളാണ്. ഓക്കെ. ഇനി സെക്കൻഡ് കോളം നോക്കൂ. സെക്കൻഡ് കോളത്തിൽ നമ്പേഴ്സ് 2ന്റെ മൾട്ടിപ്പിൾ ആണ്. 2 × 1 2, 2 × 2 4, 2 × 3 6, 2 × 4 8, 2 × 5 10, 2 × 6 12. അങ്ങനെ. ഓക്കെ. മൂന്നാമത്തെ നിര 3ന്റെ ഗുണിതങ്ങൾ. ഫോർത്ത് കോളം മൾട്ടിപ്പിൾസ് ഓഫ് 4. അങ്ങനെ 9th കോളം 9ാമത്തെ നിര 9ന്റെ ഗുണിതങ്ങൾ. ഓക്കെ. ഇനി
ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു പട്ടിക. ഈ പട്ടികയിൽ നമ്മൾ എന്ത് ചെയ്യാണ്? 4 സംഖ്യകളുള്ള ഒരു സമചതുരം റെക്റ്റാങ്കിൾ എടുക്കാൻ പോവുകയാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇങ്ങനെ ഒരു സമചതുരം എടുക്കാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ സമചതുരത്തിനെ നമുക്ക് ഇങ്ങനെ എടുക്കാം. അപ്പൊ ഇതിനകത്ത് 4 സംഖ്യകളുണ്ടാവും. ഇവിടെ 30, 36, 35, 42 എക്സാമ്പിൾ ആയിട്ട് എടുത്താണ്. ഇത് നമുക്കിനി എന്ത് ചെയ്യാം? പൊതുരൂപത്തിൽ എഴുതണം. അതിനു വേണ്ടി ഞാൻ ഒരു വലിയ, ശരിക്കും സമചതുരാണ് വേണ്ടത്, ഞാൻ എളുപ്പത്തിന് ഇങ്ങനെ വരച്ചു. ഓക്കെ. ഇനി കൂട്ടുകാരെ, ഈ പ്രവർത്തനം നമ്മൾ ചെയ്യുന്ന സമയത്ത് 30ഉം 36ഉം ഇത് രണ്ടും എന്താണ്? 6ാമത്തെ വരിയിലാണ്. ആ വരി നമുക്ക് എക്സ് എന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ 35ഉം 42ഉം ഏത് വരിയിലായിരിക്കും? x+1 എന്ന വരിയിലായിരിക്കും. അതായത് ഈ വരിയെ നമ്മൾ x എന്നും അതിന്റെ താഴെയുള്ള വരി x+1 എന്നും രേഖപ്പെടുത്തുന്നു. ഇനി 30ഉം 35ഉം ഈ കോളം, 5ാമത്തെ കോളം, അതായത് 5ാമത്തെ നിരയിലല്ലേ വരുന്നത്, അതുകൊണ്ട് അത് നമുക്ക് y എന്ന് അടയാളപ്പെടുത്താം. അതായത് 30ഉം 36ഉം x എന്ന വരിയിലും 35ഉം 42ഉം x+1 എന്ന വരിയിലും ആണുള്ളത്. 30ഉം 35ഉം y എന്ന കോളം, y എന്ന നിരയിലാണുള്ളത്. 36ഉം 42ഉം അപ്പൊ എന്തായിരിക്കും? y+1 ആറാമത്തെ കോളത്തിലായിരിക്കും. ഓക്കെ. അപ്പൊ നമ്മള് 4 സംഖ്യകൾ ഉള്ള ഒരു സമചതുരം എടുക്കുമ്പോൾ എക്സും x+1ഉം വരികളാണെന്നും yയും y+1ഉം നിരകളാണെന്നും എടുക്കുക. Let us consider a square of 4 numbers with rows denoted by x and x+1 and columns by y and y+1. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യകൾ എന്തായിരിക്കും നോക്കിയാലോ. ഇവിടെ നോക്കൂ, x 6ആണ്, x+1 7ആണ്, y 5ആണ്, y+1 6ആണ്. ഇനി സംഖ്യകൾ നോക്കൂ, 6 × 5 അല്ലേ 30, അതായത് x × y എന്ന് എഴുതാമല്ലോ. ഇനി 6 × 6 ആണ് 36, അതായത് x-നെ y+1 കൊണ്ട് ഗുണിച്ചതാണ്. ഓക്കെ. ഇനി 35, 7നെ 5 കൊണ്ട് ഗുണിച്ചാൽ 35 കിട്ടും, അതായത് x+1നെ y കൊണ്ട് ഗുണിച്ചാൽ മതി. ഇനിയുള്ള നമ്പർ ഏതാണ്? 7 × 6 ആണ് 42,
പൊതുവായി പറയുമ്പോൾ, ജനറലായി പറയുമ്പോൾ x+1 y+1 കൊണ്ട് ഗുണിക്കുന്നു. ഓക്കെ, ഈ പട്ടികയിലെ 4 സംഖ്യകളുള്ള ഒരു സമചതുരം എടുത്താൽ സംഖ്യകൾ ആദ്യത്തേത് x × y, പിന്നെ ഉള്ളത് x × y+1, x+1 × y, x+1 × y+1 ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇനി കോണോട് കോണുകൾ വരുന്ന സംഖ്യ, അവയെ നമ്മൾ കൂട്ടണം. അപ്പം നമ്മൾ xy-നെ x+1 × y+1 ഗുണനഫലവുമായി കൂട്ടണം. അതേപോലെ x × y+1 x+1 × y-യുടെ ഗുണനഫലവുമായി കൂട്ടണം. ഇനി അത് തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക. ഓക്കെ, അതാണ് നമ്മുടെ ഈ പ്രവർത്തനത്തിൽ ചെയ്യേണ്ടത്. അപ്പൊ പ്രവർത്തനത്തെ പറ്റി ഏകദേശം ഒരു ധാരണ കിട്ടിയില്ലേ? ആദ്യം നമുക്ക് 4 ഉദാഹരണങ്ങൾ നോക്കാം. അതിനുശേഷം ബീജഗണിത രൂപം വെച്ച് ഉത്തരം കണ്ടെത്താം. ഫസ്റ്റ്, കൺസിഡർ 4 examples. Then use algebra to get the final answer. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ഉദാഹരണം. ഒന്നാമത്തെ ഉദാഹരണത്തിൽ 4, 6, 9, 10 എന്നീ സംഖ്യകൾ വരുന്ന സമചതുരം എടുക്കുക. Let us take a square with numbers 4, 6, 6 and 9. അപ്പൊ ഇവിടെ കോണോട് കോണുകളുടെ തുക. അപ്പൊ നമ്മളിവിടെ 4 + 9 കണ്ടുപിടിക്കണം, 6 + 6 കണ്ടുപിടിക്കണം. ഓക്കെ, കോണോട് കോണുകളുടെ തുക, that is diagonal sums. 4 + 9 13, 6 + 6 12. ഇനി ഇവയുടെ വ്യത്യാസം, തുകകളുടെ വ്യത്യാസം, the difference of diagonal sums. 13 - 12 1 എന്ന് കിട്ടി. അപ്പോൾ ആദ്യത്തെ സമചതുരത്തിൽ കോണോട് കോണുകളുടെ തുകയുടെ വ്യത്യാസം 1 ആണ്. In the first example, the difference of diagonal sums is 1. ഇനി രണ്ടാമത്തെ ഉദാഹരണം നോക്കാം. In the second example, we are taking 12, 16, 15 and 20. അപ്പോൾ രണ്ടാമത്തെ ഉദാഹരണത്തിൽ 12, 16, 15, 20 എന്നീ സംഖ്യകൾ എടുത്താൽ നമുക്ക് ഒരു സമചതുരം കിട്ടും. കോണോട് കോണുകളുടെ തുക, ഡയഗണൽ സംസ്. 12 + 20 32, 16 + 15 31. തുകകളുടെ വ്യത്യാസം, the difference of diagonal sums. 32 - 31 1. അപ്പോൾ
രണ്ടാമത്തെ ഉദാഹരണത്തിലും വ്യത്യാസം 1 എന്ന് കിട്ടി. ഇനി മൂന്നാമത് ഉദാഹരണം നോക്കാം. മൂന്നാമത്തെ ഉദാഹരണത്തിൽ consider a square with numbers 35, 40, 42 and 48. 35, 40, 42, 48 എന്നീ സംഖ്യകൾ വരുന്ന സമചതുരം എടുത്താൽ കോണോട് കോണുകളുടെ തുക ഡയഗണൽ സംസ് 35 പ്ലസ് 48, 8 5 13, 1 5 3 8, 83. 40 പ്ലസ് 42, 82. ഓക്കെ. ഇനി തുകകളുടെ വ്യത്യാസം, ദ ഡിഫറൻസ് ഓഫ് ഡയഗണൽ സംസ് 83 മൈനസ് 82, 1. ഈ ഉദാഹരണത്തിലും ഡിഫറൻസ് 1 ആണ്, വ്യത്യാസം 1 ആണ്. ഒരു ഉദാഹരണം കൂടി നോക്കാം. 64, 72, 72, 81 ഈ സംഖ്യകൾ വരുന്ന സമചതുരം നോക്കാം. കൺസിഡർ എ സ്ക്വയർ വിത്ത് നമ്പേഴ്സ് 64, 72, 72 ആൻഡ് 81. അപ്പോൾ ഡയഗണൽ സംസ് കോണോട് കോണുകളുടെ തുക 64 പ്ലസ് 81, 4 1 5, 8 6 14, 145. 72 പ്ലസ് 72, 144. The difference of diagonal sums, കോണോട് കോണുകളുടെ തുകയുടെ വ്യത്യാസം 145 മൈനസ് 144, 1. അപ്പോൾ ഉദാഹരണങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കോണോട് കോണുകളുടെ തുകയുടെ വ്യത്യാസം 1 ആണെന്ന് കാണാം. When we consider examples, then the difference of diagonal sums is always 1. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പട്ടികയെ എങ്ങനെ എടുക്കാം എന്നാണ് പറയാൻ പോകുന്നത്. ഇതിപ്പോൾ ഉദാഹരണം വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ പരീക്ഷയ്ക്ക് നമ്മൾ ഉദാഹരണങ്ങളല്ല വേണ്ടി വരിക, പൊതുവായ തെളിവാണ് വേണ്ടി വരിക. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഇനി പറയാൻ പോകുന്നത്. ഗുണന പട്ടികയിലെ വരികൾ x പ്ലസ് 1 എന്നും നിരകൾ y പ്ലസ് 1 എന്നും വിചാരിക്കുക. Let the rows be x plus 1 and columns be y plus 1 in the given multiplication table. Okay. അപ്പോൾ x plus 1, y plus 1. ഒന്നാമത്തെ കോണോട്, അപ്പോൾ സംഖ്യകൾ എന്തൊക്കെയായിരിക്കും? x into y, ഇവിടെയുള്ള സംഖ്യ x into y plus 1. x into y plus 1 നമുക്ക് x into y, xy plus x into 1 x എന്ന് എഴുതാം. ഇനി ഇവിടെ x plus 1 into y, x-നെ y കൊണ്ട് ഗുണിച്ചാൽ xy plus 1 into y. ഇവിടെ x plus 1 into y plus 1, അത് നമുക്കറിയാം xy plus x plus y plus 1 ആണെന്ന്. ഇനി ഒന്നാമത്തെ കോണോട് കോണുകളുടെ തുക xy നോട് കൂടി
എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1 കൂട്ടണം. അപ്പൊ ഇവിടെ ഇത് ഒരു എക്സ് വൈ, ഇതും ഒരു എക്സ് വൈ. അപ്പൊ ഇത് രണ്ടും കൂട്ടിയാൽ 2xy. പിന്നെ ഇനി വേറെ ഒന്നും കൂട്ടാനില്ല, ഇത് അതേപോലെ എഴുതാം. എക്സ് പ്ലസ് വൈ പ്ലസ് 1. അപ്പോൾ ഫസ്റ്റ് ഡയഗണൽ സം ഈസ് 2xy പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1. രണ്ടാമത്തെ കോണോട് കോണുകളുടെ തുക, സെക്കൻഡ് ഡയഗണൽ സം. അപ്പോ ഇതിനെ ഇതുമായി ആഡ് ചെയ്യണം, കൂട്ടണം. എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് എക്സ് വൈ പ്ലസ് വൈ. അപ്പൊ നമുക്ക് എക്സ് വൈനെ എക്സ് വൈ കൊണ്ട് കൂട്ടിയാൽ 2xy. പിന്നെ ഈ പ്ലസ് എക്സ് അതേപോലെ പ്ലസ് വൈ. ഓക്കെ, ഇനി ഈ രണ്ട് തുകകളുടെ വ്യത്യാസമാണ് കണ്ടുപിടിക്കേണ്ടത്. ഡിഫറൻസ് ഓഫ് ദീസ് ഡയഗണൽ സംസ്. തുകകളുടെ വ്യത്യാസം. ഇതില് ഇതാണ് വലുത്, ഇതാണ് ചെറുത്. അപ്പോൾ 2xy പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1 മൈനസ് 2xy പ്ലസ് എക്സ് പ്ലസ് വൈ. അത് ഒരു സ്റ്റെപ്പും കൂടി ഞാൻ ഇവിടെ എഴുതാം. 2xy പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1. ഈ മൈനസ് ബ്രാക്കറ്റിന് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇവിടെ മൈനസ് 2xy, ഈ പ്ലസ് മൈനസ് എക്സ് ആവും, ഈ പ്ലസ് വൈ മൈനസ് വൈ ആവും. അപ്പോൾ 2xyയും മൈനസ് 2xyയും ക്യാൻസലായി പോയി, എക്സും മൈനസ് എക്സും ക്യാൻസലായി, വൈയും മൈനസ് വൈയും ക്യാൻസലായി, ബാക്കിയുള്ളത് 1 ആണ്. അപ്പോൾ തുകകളുടെ വ്യത്യാസം 1 എന്ന് കിട്ടി. ഓക്കെ, അതായത് നമ്മുടെ നിഗമനം, കൺക്ലൂഷൻ എന്താണ്? പട്ടികയിൽ എവിടെ 4 സംഖ്യകളുടെ സമചതുരം എടുത്താലും തുകകളുടെ വ്യത്യാസം എപ്പോഴും 1 ആയിരിക്കും. Whatever the position of the square with 4 numbers, the difference of the sums is always 1. Okay, clear ആയില്ലേ? അപ്പൊ നമ്മള് ഈ ക്രിയാകൗതുകങ്ങൾ എന്ന് പറയുന്ന, അതായത് ആ ഭാഗത്തിന്റെ 3 പ്രവർത്തനങ്ങളും ചെയ്തു. ഇനി ഈ ആക്ടിവിറ്റീസുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന 2 ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് നിലനിർത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. തുടർന്നുള്ള ക്ലാസ്സുകൾക്കായി ചാനൽ സപ്പോർട്ട് ചെയ്യുക. പ്ലീസ് സപ്പോർട്ട് ദ ചാനൽ ഫോർ മോർ ക്ലാസ്സസ്. സോ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.